സ്വസ്ഥമായി ഉറങ്ങണമെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കൂ. ജീവൻ രക്ഷിക്കണമെങ്കിൽ ഓടിക്കൊണ്ടേയിരിക്കൂ. വാ, നമുക്ക് ആ ഭാഗത്തോട്ട് ഓടാം. പിടിക്കവന്മാരെ, അല്ലെങ്കിൽ രക്ഷപ്പെട്ട് കളയും. ശ്രദ്ധിച്ചു നോക്കൂ, മുമ്പിൽ വഴിയില്ല. നമ്മുടെ മുമ്പിൽ കാണുന്ന വഴി അടഞ്ഞിരിക്കുകയാണ്. ആ അടഞ്ഞിരിക്കുന്ന വഴിയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പൊ കാണുന്നത്. ഒന്ന് മിണ്ടാതിരിക്കേ. 3 പ്രാവശ്യം പറഞ്ഞ വഴിയൊന്നും ഉണ്ടായി വരില്ല. നോക്ക് പിങ്കി, ക്യാമറ സൂക്ഷിച്ചു വെച്ചോളൂ. ഗോൾഡ് സ്മഗ്ലിംഗ് ചെയ്യുന്ന മക്കട്ട് സിംഗിന്റെ എല്ലാ ഡീറ്റെയിലും അതിനകത്താണ് ഉള്ളത്, മറക്കണ്ട. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവര് ലോങ് ഷോട്ടിൽ നിന്ന് ക്ലോസപ്പിലേക്കാണല്ലോ വരുന്നത്. ആ ക്യാമറ എനിക്കതാ. പയ്യ തിന്ന പനയും തിന്ന. അറ്റാക്ക്! നിങ്ങളിപ്പോൾ കാണുന്നത് എന്നെ ഇടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ലൈവാണ്. ഇപ്രാവശ്യത്തേക്ക് ഞങ്ങൾ വെറുതെ വിടുകയാണ്. അടുത്ത പ്രാവശ്യം ഇതുപോലെ സംഭവിച്ചാൽ മാക്കട് ബായി നിന്നെ ഒന്നും വെറുതെ വിടില്ല. ആ ക്യാമറയും എന്റെ മെമ്മറി കാർഡ് എല്ലാം അവന്മാര് നശിപ്പിച്ചു കളഞ്ഞു. നമ്മൾ നടത്തിയ സ്ട്രിംഗ് ഓപ്പറേഷൻ എല്ലാം തന്നെ വെറുതെ ആയി പോയി. നമ്മളെപ്പോഴും ഓപ്പറേഷൻ നടത്തിയേ? നമ്മൾ മാക്കട് സിംഗിനെതിരായിട്ടുള്ള തെളിവുകൾ മാത്രമല്ലേ എടുത്തിട്ട് വന്നത്? കഴുതേ, ആർക്കെങ്കിലും എതിരെ നമ്മൾ തെളിവുണ്ടാക്കാൻ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സംശയമുണ്ടോ? അല്ല, ഈ ക്യാമറ കൊണ്ട് പേഴ്സിനകത്ത് വെച്ച പിന്നെ അതുകൊണ്ട് എങ്ങനെയാ ഷൂട്ട് ചെയ്യുന്നത്? എടാ, പേഴ്സിൽ ഹോൾ ഇട്ടിട്ട് അതിൽ ക്യാമറ ഫിക്സ് ചെയ്തോണ്ടിരിക്കുക. സംശയമുണ്ടോ? നീ പോയി വേഗം റെഡിയാവാൻ നോക്കടേ. നോക്കൂ, ഒരു ആങ്കറോട് ചെയ്യുന്ന ക്രൂരത. ഒരു തെറ്റും ചെയ്യാതെ തന്നെ അയാളുടെ മുഖം കറുപ്പിച്ചിരിക്കുകയാണ്. സാർ, സാറിനെ എല്ലാവരും ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സാർ സ്റ്റാർ ആണ്. സാറിന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സാറിന് മേക്കപ്പ് അത്യാവശ്യമാണ്. മാക്കട് സിംഗിനെ മണ്ടനാക്കാൻ നോക്കണ്ട. കുഷാമദീദ്. ശുക്രാൻ, ശുക്രാൻ, ശുക്രാൻ. ബുധൻ, ചൊവ്വ, പിന്നെ പ്ലൂട്ടോ. അല്ല, ഇതാരാണ്? ഹണി. ഞങ്ങളുടെ ഹണി, ഞങ്ങളുടെ ഹൃദയത്തിന്റെ വഴികാട്ടിയ എന്താ ബീഗമാണ്. പക്ഷെ താങ്കൾ ഒറ്റയ്ക്ക് വരാണ്ടിരിക്കുവായിരുന്നില്ലേ? ഞാനിവിടെ വന്നിരിക്കുന്നത് ഒറ്റയ്ക്ക് തന്നെയാ. കുടുംബത്തിൽ ഒരുപാട് അംഗങ്ങളുണ്ട്. എത്രയും പേരും ഒറ്റയ്ക്ക് തന്നെയാ വന്നത്. അതെ, ഞാൻ അവന്റെ ചേട്ടനാണ്. പിന്നെ ഇവനാണെങ്കിൽ എന്റെ ചേട്ടനുമാണ്. പിന്നെ അനിയന്റെ അനിയനാണെങ്കിൽ അനിയനായിരിക്കില്ലേ? അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ അനിയനാണ്. ഓക്കെ ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഈ ബിസ്ക്കറ്റ് കഴിക്കൂ, ഇത് താങ്കൾക്കുള്ളതാണ്. എന്താ കാണിച്ചത്? നിങ്ങളുടെ ബിസ്ക്കറ്റ് കടിച്ചത് കാരണം എന്റെ ബീഗത്തിന്റെ പല്ല് പോയി. സാർ, അത് താങ്കൾക്കുള്ളതായിരുന്നു. അതൊരു ഗോൾഡൻ ബിസ്ക്കറ്റ് ആണ്. സ്വസ്ഥമായി ഉറങ്ങണമെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കൂ. പിടിക്കപ്പെടാതിരിക്കണമെങ്കിൽ അവിടെ മിണ്ടാതിരിക്കേ. ഈ സമൂസ വളരെ നന്നായിട്ടുണ്ട്. ലോങ് ഷോട്ടിൽ തന്നെ. ലോങ് ഷോട്ടിലോ?
എന്താ ഷൂട്ടായോ? ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എന്ത് ഷൂട്ടായിന്നാ പറഞ്ഞേ? അത് ഞങ്ങളുടെ ഹോട്ടലിൽ ഒരു ഷൂട്ട് നടക്കുന്ന കാര്യമാണ് പറഞ്ഞത്. കൊച്ചളിയും വല്ലളിനോട് അതിനെ പറ്റി പറയായിരുന്നു. അതിന്റെ ഷൂട്ട് കഴിഞ്ഞു. മാർക്കറ്റ് സിംഗ് മണ്ടനല്ല. സിസ്റ്റർ, നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ ഇല്ലില്ല, സത്യത്തിൽ നിങ്ങൾ ചുമ്മാ തെറ്റിദ്ധരിച്ചതാണ്. ഇത് നിങ്ങൾ ഉദ്ദേശിച്ച ആളെയല്ല. ആരല്ലെന്നാണ് മാഡം? നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഇതാ ന്യൂസ് ചാനലിലുള്ള പിങ്കി ആണെന്ന്. ഇതാ പിങ്കി അല്ല. ഇതാ ന്യൂസ് ചാനലുകാർ തന്നെയാണ്. അയ്യോ, ഇവരെങ്ങനെയാ ഈ കാര്യമൊക്കെ അറിഞ്ഞത്? ജീവൻ വേണമെങ്കിൽ വേഗം വീട്ടിലേക്ക് പൊക്കോളൂ. രക്ഷപ്പെടണമെങ്കിൽ ക്യാമറ എടുക്കൂ, എന്നിട്ട് ഓടിക്കോളൂ. ഓടിക്കോ. വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം ഓടിയത് കൊണ്ടാ എല്ലാം കുളമായേ. വേണ്ട സാർ, ഇപ്പൊ ഇങ്ങെത്തും. അതുവരെ യവന്മാരെ ഇവിടെ പിടിച്ചു നിർത്തണം. കൈവിട്ട് പോകരുത് കൂട്ടുകാരെ. യവന്മാരെ അരി ഇടിക്കുന്നത് പോലെ ഇടിച്ചൊതുക്ക്. അറ്റാക്ക്. കൂട്ടുകാരെ, ഈ സ്പൂൺ കൊണ്ട് നമുക്ക് കഴിക്കാനേ പറ്റുന്നില്ലല്ലോ. നിൽക്ക് സോർദാറെ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. കൊള്ളാം, ഈ പോപ്പട്ട ആളൊരു ജഗജില്ലി തന്നെയാണല്ലോ. എനിക്ക് കുന്ത്രണ്ടം കൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഒന്ന് നിൽക്കേ, ഞാൻ നിന്റെ ഈ പ്രോബ്ലം ഇപ്പൊ തന്നെ പരിഹരിക്കാം. സംശയമുണ്ടോ? ഇവനൊരു മജീഷ്യനാണെന്ന് തോന്നുന്നു. ഇങ്ങനൊരു വിദ്യ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. അയ്യോ കള്ളൻ, കള്ളൻ, അയ്യോ കള്ളൻ, കള്ളൻ എന്റെ ചായം കൊണ്ട് പോകുന്നു. അയ്യോ രക്ഷിക്കണേ. കള്ളൻ, കള്ളൻ, നിക്കണ കള്ളൻ, കള്ളൻ. എന്റെ ബാഗ് ഓടിവായോ, ആരെങ്കിലും രക്ഷിക്കണേ. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഞങ്ങളുടെ പോപ്പട്ടിനെ വിട്. ഇല്ല, ഇവന്റെ ചിറക് എനിക്ക് വേണം. എന്റെ അച്ഛന്റെ പേര് വാനോളം ഉയർത്തണം. പോപ്പട്ടേ. നമുക്ക് പോപ്പട്ടിനെ രക്ഷിക്കണം. വേഗം കാറിന്റെ പുറകെ പോകാം. കൂട്ടുകാരെ, സിഗ്നൽ കാരണം അവർ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ കൈയോടെ പിടിക്കാമായിരുന്നു. നമ്മളിവിടെ നിൽക്കാൻ പാടില്ല. വേഗം വാ. ബിസിനസ്മാനാണ്. നേരായ വഴിക്ക് ചിന്തിച്ചിട്ട് നടന്നില്ലെങ്കിൽ ഞാൻ വളഞ്ഞ വഴി തിരഞ്ഞെടുക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്തായാലും നടക്കാൻ പോകുന്നില്ല. കുറച്ച് ചൂടുവെള്ളം റെഡിയാക്കി നിന്നെ അതിൽ ഇറക്കി വെച്ച് ഞാൻ തൂവലെടുക്കും. നിന്റെ തൂവൽ ഉപയോഗിച്ച് ഞാൻ ഇനി ലക്ഷങ്ങൾ സമ്പാദിക്കും. എടോ, എന്റെ ഒരു തൂവലെങ്ങാനും കുറഞ്ഞ താൻ വിവരം അറിയും. സംശയമുണ്ടോ? ഡയലോഗ് അടിക്കുന്നോ? വെരി ഗുഡ്. ഇനി ഞാൻ പറയുന്നത് കേക്ക്. നീ എന്റെ കസ്റ്റഡിയിലാണ്. ഇപ്പൊ നിന്റെ ഈ തൂവലുകൾ എന്റെയാണ്. നീ ഇവിടാണെന്നുള്ള കാര്യം ആർക്കും അറിയില്ല.
അച്ഛൻ എന്നെ ഓർത്ത് അഭിമാനിക്കും. എന്റെ തൂവലുകൾ തന്നെ എന്റെ കൂട്ടുകാർക്ക് നിന്റെ അഡ്രസ് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അവർ ഇടിച്ചിടിച്ച് നിന്റെ മുഖം നന്നായി ചൂപ്പിച്ചു തരും. സംശയമുണ്ടോ? നീ പറഞ്ഞത് ശരിയാണ് പോപ്പട്ടെ. ഞങ്ങൾക്ക് അഡ്രസ് കിട്ടി. മാത്രമല്ല നിന്റെ അഡ്രസ് ഇല്ലാതാക്കേണ്ട സമയവുമായി. സോ സ്മാർട്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തിയല്ലേ? ഞാൻ ഓവർ സ്മാർട്ടാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് കരുതിയിട്ടുണ്ട്. മനസ്സിലായോ? ഗാഡ്സ് പിടിക്കവന്മാരെ. വാടച്ചക്കരെ വന്നതിനെ വേഗം പിടിക്കേ. ഇവിടുന്ന് തൽക്കാലം രക്ഷപ്പെടുന്നതായിരിക്കും ബുദ്ധി. അയ്യോ, നിനക്കെന്റെ തൂവല് വേണോ അല്ലേടാ? വാടാ, ഞാൻ തന്നുവിടാം. എന്നാ അയ്യോ. എടാ, നിനക്കെന്റെ തൂവൽ വെച്ച് സ്പൂൺ ഉണ്ടാക്കാനായിരുന്നില്ലേ ആഗ്രഹം? ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം. സ്ഥാനത്തിട്ടാണല്ലോ തല്ലിയത്. എവിടെയാണ് കള്ളൻ? വിടില്ല ഞാൻ അവനെ. നിൽക്കവിടെ. നീ തന്നെയാണ് നമ്മുടെ ഖജനാവ് കൊള്ളയടിച്ചത്. നാം നിനക്ക് അതിനുള്ള ശിക്ഷ തരാൻ വേണ്ടിയാണ് വന്നത്. തന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇത് ഞാൻ വളർത്തുന്ന തത്തയെ ഇവനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ചവിട്ടി താഴെയിട് ഞാൻ. ഇത് അവനല്ല. ശരീരം കൊണ്ടവൻ ചെറുതാണ്. മാത്രമല്ല നിറവും വേറെയാണ്. നാം നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ആഹാ, കൊള്ളാലോ. നമ്മുടെ നാട്ടിലെ മഹാരാജാവ് വന്നിരിക്കുന്നു. എന്നെ ആക്രമിക്കാൻ നിനക്ക് ധൈര്യമുണ്ടായല്ലേ? ഇതിന്റെ ഫലം നീ തീർച്ചയായും അനുഭവിക്കും. ഞങ്ങളുടെ ഏരിയയിൽ വന്നിട്ട് ഞങ്ങളെ തന്നെ ഭീഷണിപ്പെടുത്തുന്നോടാ. ആടിയടാ അവനെ. ഇതിത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇരുട്ടായത്? അയ്യോ, തൊട്ട് പോരുത്. നിങ്ങളെന്താ രാജാവിനെ ആക്രമിക്കാൻ നോക്കുവാണോ? നീ നമ്മെ തിരിച്ചറിഞ്ഞു. നീ ബുദ്ധിമാനാണ്. അയ്യോ രാജാവേ, ഞാൻ ബുദ്ധിമാനല്ല. സത്യത്തിൽ ഞാൻ ബുദ്ധി ക്യാറ്റാണ്. താങ്കൾ വളരെ ദൂരെ നിന്ന് വന്നതല്ലേ? ക്ഷീണിച്ചു കാണും. വരൂ, എന്റെ വീട്ടിലേക്ക് പോവാം. എവിടെയാണ്? അതിഥി ഗൃഹത്തിലാണോ? അയ്യോ അല്ല, ഗ്രഹത്തിലോട്ട് നമുക്കൊന്ന് റോക്കറ്റിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഖജനാവ് കൊള്ളയടിച്ച ആ കള്ളനെ പിടിക്കുന്നത് വരെ നാം ഇവിടെ എങ്ങോട്ടും വരില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ താങ്കളെയും കൊണ്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. അവിടെയാണെങ്കിൽ ഒരുപാട് കള്ളന്മാരും ഉണ്ടാവും. ഓക്കെ അല്ലേ? അതിന്റെ അർത്ഥം നമുക്ക് ആ കള്ളനെ കിട്ടും. അതെ, തീർച്ചയായിട്ടും കിട്ടും. ഇപ്പൊ താങ്കൾ എന്റെ വീട്ടിലോട്ട് പോരെ, അല്ലെങ്കിൽ അപകടത്തിലാവും. എങ്കിൽ പിന്നെ മുഷീന്റെ പുറത്തിരുന്ന് നാം വന്നോളാം. പോകാം. ഇതിന് ട്രെയിൻ ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. മഷീന്റെ ഒരു ആവശ്യവും ഇല്ല. നമുക്ക് നടന്നു തന്നെ പോവാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കിതായി കുതിരപ്പുറത്ത് തന്നെ കയറി പോവാം. താനെന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ഇത്രയും ഭംഗിയുള്ള ഒരു തത്തയെ ഇതുവരെ കണ്ടിട്ടില്ലേ? എടാ കള്ളാ,
എന്റെ കയ്യിൽ നിന്നും ഒരു കാരണവശാലും നീ രക്ഷപ്പെടില്ല. നാം നിന്നെ തീർച്ചയായും ശിക്ഷിച്ചിരിക്കും. അയ്യോ, ഇയാളെ ഭ്രാന്താശുപത്രിയിൽ വിളിച്ചോണ്ട് വന്നാണോ? മഹാരാജാവേ, ഇത് കള്ളനല്ല, ഇതെന്റെ കൂട്ടുകാരൻ പോപ്പട്ടാണ്. ഇവിടെ ഞങ്ങളുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. മഹാരാജാവേ, പോപ്പട്ട് ഇതുവരെ 1735 പോയിട്ടേ ഇല്ല. 1735? ആ അതെ, ഇദ്ദേഹം 1735 വരുന്നേ. ഇത് ശരിക്കൊരു മഹാരാജാവാണ്, രാജാ മഹാരാജ് സിംഗ്. 1735 ടൈം മെഷീനിൽ കയറി വന്നതാ ഇങ്ങോട്ട്. മെഷീന്റെ പുറത്തിരുന്നല്ല, ഈ മുഷീന്റെ പുറത്തിരുന്ന്. ആ അത് തന്നെ പറഞ്ഞേ. അതെ കൊച്ചളിയാ, ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ നമുക്ക് ഇദ്ദേഹത്തെ തിരിച്ച് ഇദ്ദേഹത്തിന്റെ രാജ്യത്തേക്ക് പറഞ്ഞു വിടണം. നാം ഇവിടെ നിന്ന് പോവില്ല. നമ്മുടെ ഖജനാവ് കൊള്ളയടിക്കാൻ വന്ന ആ കള്ളനെ പിടിക്കുന്നത് വരെ നാം ഇവിടെ നിന്ന് തിരിച്ചു പോവില്ല. ഖജനാവ് കൊള്ളയടിച്ച കള്ളനോ? ശബരിമലയിൽ പുലിയുണ്ടെന്ന് നമുക്കറിയാം. ഇയാള് പറയുന്നെല്ലാം കള്ളമാണെന്ന് ഇയാളുടെ മുഖം കണ്ടാൽ തന്നെ എനിക്കറിയാം. അയ്യോ, പോത്താറാമനെ ശിക്ഷിക്കാതെ ഇയാൾ ഇവിടുന്ന് മടങ്ങി പോകില്ല എന്നാ പറയുന്നേ. എന്തെങ്കിലും ഐഡിയ കണ്ടെത്തണം. അവൻ ഇവിടെ തന്നെ ഉണ്ട്. അവന്റെ ശബ്ദം ഞാൻ കേട്ടു. ഇല്ല, നിന്റെ ശബ്ദം അതുപോലെയല്ല. അല്ല, അത് പിന്നെ ഇവൻ നന്നായി മിമിക്രി ചെയ്യുന്നവനാ. ബണി, നീ ഒന്ന് ശബ്ദം മാറ്റിക്കേ. ഇവിടെ നിക്കണ്ട, വേഗം പറന്നു പോ. ഇവിടെ നിന്ന അപകടമാണ്. പോ മോനെ ദിനേശ, പോ. നിന്നെ ഞാൻ വന്ന് നിന്റെ വീട്ടിൽ വന്ന് കണ്ടോളാം. പോ മോനെ ദിനേശ, പോ. നീ ഒരു വിദൂഷകനാണ്. നിന്നെ നാം നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാം. ആ, തീർച്ചയായും വരാൻ ഞാൻ. ഇപ്പൊ താങ്കൾ അകത്തേക്ക് വന്ന് കുറച്ച് വിക്രമിച്ചാലും. നീ ഉദ്ദേശിച്ചത് വിശ്രമിക്കാമെന്നാണോ? ആ അതെ, അത് എന്നെ ഉദ്ദേശിച്ചത്. വന്ന് വിശ്രമിച്ചാലും. ജോർദാറെ, മഹാരാജാവിനെ അകത്തേക്ക് കൊണ്ടുപോ. അല്ല, ഇവരിവിടെ എന്ത് ചെയ്യുകയാണ്? എവിടെയാണ് കള്ളൻ? ദേ നിൽക്കുന്നു, അവിടെ ഒളിച്ചു നിൽക്കുക. നിൽക്കുന്നു താങ്കളുടെ കള്ളൻ. ഇവന് ശിക്ഷ എന്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പൊയ്ക്കോളൂ. ഞങ്ങൾ ഇവന് ശിക്ഷ കൊടുത്തോളാം. വേണ്ട, ഇവരെ നാം നേരിട്ട് ശിക്ഷിക്കും. രാജൻ, മഹാരാജൻ, അടുത്തെന്ന് വിടൂ. ഖജനാവ് കൊള്ളയടിച്ചതിന് വധശിക്ഷയൊന്നും വിധിക്കരുത്. രാജാവേ, കുതിരയെ നിർത്ത്. ഇനി താങ്കൾ എത്രയും പെട്ടെന്ന് എന്നെ തിരിച്ചു പോണം. ഇല്ല, ഇവിടെ നാം വലിയൊരു ശിക്ഷ കൊടുത്തിട്ടേ തിരിച്ചു പോകൂ. കൊമ്പം മീശക്കാര, ഇവിടെ വരൂ. താൻ എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നത്? താൻ എന്തൊക്കെയാ ഇവിടെ ചെയ്യുന്നത്? താൻ എവിടെ നിന്നാണ് വളർത്തുന്നത്? ഇവരെയൊക്കെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? കൊമ്പം മീശക്കാര. ഡോക്ടർ ബാലു, താങ്കൾക്ക് എങ്ങനെയാണ് ഇദ്ദേഹത്തെ അറിയാവുന്നത്? താങ്കൾക്ക് മുൻപരിചയമുള്ള ആളാണോ? ഇദ്ദേഹം ഈ കോട്ടയിലെ പ്രഭുവായിരുന്നു, ഗുപ്തരാജ്. അല്ലല്ല, ഇദ്ദേഹത്തിന്റെ പേര് രാജ മഹാരാജ എന്നാണ്. 1735 വന്നിരിക്കുന്നത്. നിന്റെ തലയ്ക്ക് വട്ടാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. നിന്റെ തലച്ചോറിന് പകരം അതിനകത്ത് കളിമണ്ണാണ്. വേഗം നിന്റെ തലയൊന്ന് കഴുകൂ. ഇത് ഞാൻ പറഞ്ഞ രാജാവ് തന്നെയാണ്, ഈ കോട്ടയുടെ തലവൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതെന്റെ നല്ലൊരു സുഹൃത്താണ്, ഒരു ബെസ്റ്റ് ആക്ടറാണ്. എടാ ഹണി, നീയല്ലേ പറഞ്ഞത് ഇദ്ദേഹം ടൈം മെഷീൻ വഴിയാണ് വന്നതെന്ന്? അതെ, ഇദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞത്. അത് മെഷീനല്ല, മുഷീനാണ്. ഇതെന്റെ കുതിരയുടെ പേരാണ്, മുഷീൻ.